മയ്യഴിയുടെ കഥാകാരനായി ഇന്ന് പിറന്നാൾ. മയ്യഴിയെ വായനാലോകത്തിന് സുപരിചിതമാക്കിയ എഴുത്തുകാരൻ. കഥയൊടുങ്ങാത്ത മനസ്സാണ് ഇപ്പോഴും എം മുകുന്ദന്റെ കരുത്ത്. ചലനമറ്റ നരച്ച കടൽ, നക്ഷത്രപ്രകാശത്തിൽ അങ്ങകലെ മിന്നിത്തിളങ്ങുന്ന വെള്ളിയാങ്കല്ല് അയാൾക്ക് കാണാമായിരുന്നു. ജന്മങ്ങളുടെയും പുനർജന്മങ്ങളുടെയും ഇടയിലെ വിശ്രമസ്ഥലം. അപ്പോഴും അവിടെ ആത്മാവുകൾ തുമ്പികളെപ്പോലെ പറന്നു കളിക്കുന്നുണ്ടായിരുന്നു. അനാദിയായി പടർന്നു കിടക്കുന്ന സമുദ്രത്തിൽ അങ്ങകലെ വലിയ കണ്ണീർത്തുള്ളി പോലെ വെള്ളിയാങ്കല്ലിനെ കാണാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച എഴുത്തുകാരന് ഇന്ന് പിറന്നാൾ. മയ്യഴി പുഴയുടെ തീരങ്ങളിലിരുന്ന് വിശാലമായ ലോകം സ്വപ്നം കണ്ടയാളാണ് എം മുകുന്ദൻ. ഫ്രഞ്ചുകാർ നാടുവിട്ടു പോയെങ്കിലും അവർ അവശേഷിപ്പിച്ച സംസ്കാരവും പൈതൃകവും നെഞ്ചേറ്റുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ പ്രതിനിധി. ദാസനെയും അൽഫോൺസച്ചനെയും മാഗി മദാമയും ഒരുപോലെ കാണുന്നയാൾ. ജീവാത്മാവും പരമാത്മാവും മയ്യഴിയാണെങ്കിലും ആ എഴുത്തുകാരനെ സ്ഫുടം ചെയ്തെടുത്തത് ദില്ലി കാലമാണ്. ദില്ലി ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുമ്പോൾ ആദിത്യനും രാധയും മറ്റു ചിലരും എന്നിവയെല്ലാം ആ കാലത്തിന്റെ തീഷ്ണത നെഞ്ചേറ്റിയ രചനകളാണ്. എം മുകുന്ദന് കമ്മ്യൂണിസം ആശയം മാത്രമായിരുന്നില്ല. സമത്വസുന്ദരമായ സോഷ്യലിസ്റ്റ് ലോകം പുലരുന്ന സ്വപ്നം കണ്ടവരിൽ മുകുന്ദൻ മുന്നിലുണ്ടായിരുന്നു. സവർണ മേധാവിത്വ ചിന്തകളെ അങ്ങേയറ്റം വെറുത്തതിനൊപ്പം അതിനെ ചോദ്യം ചെയ്യാൻ ഒരു മാധ്യമം എന്ന നിലയിൽ എഴുത്തിനെ ഉപയോഗപ്പെടുത്തുക കൂടിയായിരുന്നു എം മുകുന്ദൻ. ആ മനസ്സിന്റെ വിഹ്വലത എന്താണെന്നറിയാൻ ഒരു ദളിത് യുവതിയുടെ കഥനകഥ ഒറ്റത്തവണ വായിച്ചാൽ മതി. ഭക്തിയും ലഹരിയും സമന്വയിക്കുന്ന ഹരിദ്വാറിലെ ജീവിതം മലയാളികൾ അറിഞ്ഞത് ഈ രചനകളിലൂടെയാണ്. അധികാരത്തിന്റെ വെള്ളിവെളിച്ചത്തിനപ്പുറമുള്ള ദില്ലിയിലെ ജീവിതം, അവിടുത്തെ ഇരുണ്ട ഗലിയും ബാങ്കും പച്ചമാംസത്തിന് വില പറയുന്ന തെരുവും മലയാളികൾ അറിഞ്ഞത് അരവിന്ദൻ എന്ന ചിത്രകാരനിലൂടെയാണ്. എംബസിയിലെ ജോലി മുകുന്ദനിലെ എഴുത്തുകാരനെ കൂടുതൽ മൂർച്ചയുള്ളതാക്കി. എഴുത്തുകാരന് നിലപാടുണ്ടെന്നും അത് സൃഷ്ടികളിൽ ഉയർത്തണമെന്നും എം മുകുന്ദൻ എന്ന എഴുത്തുകാരൻ എക്കാലത്തും മുന്നോട്ട് വച്ചിട്ടുള്ള ആശയമാണ്. കാലങ്ങൾക്കിപ്പുറം എഴുത്തിന്റെ കുത്തൊഴുക്കിന് കുറവുണ്ടെങ്കിലും ആ രചനകളുടെ ഓളം ഇനിയും അടങ്ങിയിട്ടില്ല. മയ്യഴി നൽകിയ ബാല്യകൗമാരകാലവും ജീവിതത്തിന്റെ വേരുറപ്പിച്ച ദില്ലിയും തെളിമ നൽകിയ ഉൾക്കാഴ്ചകളാണ് ഇപ്പോഴും കൈമുതൽ. മയ്യഴിയുടെ കഥാകാരന് കൈരളിയുടെ സ്നേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. അഷിത സജീവൻ, കൈരളി ന്യൂസ്.